Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയാസ് കോളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതിക്ക് തയ്യാറെടുത്ത് പയ്യന്നൂരിലെ KSRTC ഡിപ്പോ. ഓർഡിനറി ബസ്സുകളിലെ സ്റ്റിക്കറുകൾ പതിക്കുന്ന നടപടികൾ പൂർത്തിയായി. പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നാളെ രാവിലെ തിരുവനന്തപുരത്ത് നടക്കും. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതിക്ക് തയ്യാറെടുത്ത് പയ്യന്നൂർ KSRTC ഡിപ്പോയും ഓർഡിനറി ബസ്സുകളിലെ സ്റ്റിക്കറുകൾ പതിക്കുന്ന നടപടികൾ പൂർത്തിയായി. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതി തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 8:30 മുഖ്യമന്ത്രി പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യയാത്ര ലഭ്യമാവുക. എല്ലാത്തരം ഓർഡിനറി KSRTC ബസ്സുകളിലും സൗജന്യയാത്ര ലഭ്യമായിരിക്കും. സൗജന്യയാത്ര ഒരുക്കിയിരിക്കുന്ന ബസ്സിന്റെ മുൻവശത്തും വാതിലുകൾക്കും സമീപം പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. സീറോ ടിക്കറ്റ് ആണെങ്കിലും കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്നും സൗജന്യയാത്ര ഇല്ലാത്ത ബസ്സിൽ കയറിയാൽ സ്ത്രീകളോട് ഇക്കാര്യം മുൻകൂട്ടി പറയണമെന്നുമാണ് ജീവനക്കാർക്ക് KSRTC നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് നൽകണമെന്നും അധിക ലഗേജിന് ചാർജ് ഈടാക്കണമെന്നും KSRTC ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്തരിച്ച CPIM മാടായി ഏരിയ സെക്രട്ടറി വിനോദിന് നാട് വിട നൽകി. CPIM മാടായി ഏരിയ കമ്മിറ്റി ഓഫീസിലും അടുത്തിലയിലെ വീട്ടിലും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. അന്തരിച്ച CPIM മാടായി ഏരിയ സെക്രട്ടറി വിനോദിന് നാട് വിട നൽകി. CPIM മാടായി ഏരിയ കമ്മിറ്റി ഓഫീസിലും അടുത്തിലയിലെ വീട്ടിലും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് വിനോദ് അന്തരിച്ചത്. ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രാവിലെ 10 മണിയോടെ എരിപുരത്തെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് അടുത്തിലയിലെ വീട്ടിലും എത്തിച്ച മൃതദേഹത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. ബാലസംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, SFI ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2023 മുതൽ CPIM മാടായി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരനുമായിരുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, കണ്ണൂർ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, AN ഷംസീർ, TV രാജേഷ്, KV സുമേഷ് MLA തുടങ്ങി നിരവധി നേതാക്കൾ അടുത്തിലയിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഈ വിനോദിൻ്റെ വേർപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഉത്തമനായ സഖാവ് നഷ്ടപ്പെട്ടു, ഒരു നല്ല സംഘാടകൻ നഷ്ടപ്പെട്ടു, ഒരു നല്ല ബഹുജന പിന്തുണ നേടിയെടുക്കാൻ കഴിയുന്ന പാർട്ടിയുടെ മുഖമായിട്ടുള്ള വിനോദിലൂടെ പാർട്ടിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായി നമ്മൾ പറയുന്നൊരു പദമാണെങ്കിൽ പോലും ഇത് അക്ഷരാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് വിനോദിൻ്റെ വേർപാട് പാർട്ടിക്കുണ്ടായിട്ടുള്ളത്. SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന കാലം തൊട്ട് വിനോദുമായിട്ട് നല്ല ബന്ധം. ഞാനും ഈ വെങ്ങരയിലുള്ള ഒരാളെന്ന നിലയിൽ നമ്മൾ എതിർ രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ കൂടി ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്ന അത്രയും നല്ലൊരു ബന്ധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അസുഖമാണ് എന്നറിയാം, പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ വിനോദ് നമ്മളിൽ നിന്ന് പോകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് എല്ലാവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാടായിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന വിനോദിന്റെ വിയോഗം സാംസ്കാരിക രംഗത്തിനും ഏറെ നഷ്ടമാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിനോദിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
ചന്തപുരയിൽ പഞ്ചായത്ത് ഓപ്പൺ സ്റ്റേജ് പരിസരത്ത് തെരുവ് നായ്ക്കളുടെ വിളയാട്ടം രൂക്ഷമാകുന്നു. സമീപത്തെ അംഗനവാടിയിലെ കുട്ടികളും ബസ് സ്റ്റോപ്പിലെത്തുന്ന യാത്രക്കാരും കടുത്ത ഭീതിയിലാണ്. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ചന്തപുരയിൽ ഓപ്പൺ സ്റ്റേജ് പരിസരം ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. കൂട്ടത്തോടെ എത്തുന്ന നായ്ക്കൾ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. ഈ ഓപ്പൺ സ്റ്റേജിന് തൊട്ടടുത്തു തന്നെയാണ് ഒരു അംഗൻവാടി പ്രവർത്തിക്കുന്നത്. പിഞ്ചുകുട്ടികളുമായി എത്തുന്ന അമ്മമാർ ജീവനും കയ്യിൽ പിടിച്ചാണ് ഇതുവഴി കടന്നു പോകുന്നത്. കുട്ടികളുടെ സുരക്ഷയെ കരുതി കടുത്ത ആശങ്കയിലാണ് രക്ഷിതാക്കളും അധ്യാപകരും. ഭീതി ഇതിലൊതുങ്ങുന്നില്ല. സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിത്യേന നിരവധി ആളുകളാണ് ബസ് കയറാനെത്തുന്നത്. വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് നേരെ നായ്ക്കൾ പലപ്പോഴും കുരച്ചു ചാടാറുണ്ട്. രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്രികരെ നായ്ക്കൾ പിന്തുടർന്ന് ആക്രമിക്കുന്നത് ഇവിടെ പതിവ് സംഭവമാണ്. വലിയൊരു അപകടമുണ്ടാകുന്നതിന് മുൻപ് പഞ്ചായത്ത് അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഉപകാരത്തേക്കാൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പല കാര്യങ്ങളിലും ഉപദ്രവത്തിലേക്ക് മാറി വരികയാണെന്ന് സാഹിത്യകാരനും ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ജേതാവുമായ പ്രകാശൻ കരിവള്ളൂർ അഭിപ്രായപ്പെട്ടു. സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ തൃക്കരിപ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവം വെള്ളച്ചാൽ ബദർ ജുമാ മസ്ജിദ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ കാലത്ത് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കേൾക്കാനുള്ള ക്ഷമത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രകാശൻ കരിവള്ളൂർ പറഞ്ഞു. സാഹിത്യ മേഖലയിൽ എഴുതി തുടങ്ങുന്നവർക്ക് വിജയം കാണണമെങ്കിൽ ക്ഷമാപൂർവം വായന നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 8 പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള വിദ്യാർത്ഥികൾ 9 വേദികളിലായി 180 മത്സരങ്ങളിലായാണ് 6 സെക്ടറുകൾക്ക് കീഴിൽ മാറ്റുരക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സിദ്ദീഖ് ഹിഷാമി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് മുജ്തബ തങ്ങൾ പ്രാർത്ഥന നടത്തി. SSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CRK മുഹമ്മദ് വിഷയാവതരണം നടത്തി. SSF കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അജീർ സഖാഫി, K ഷക്കീർ മാസ്റ്റർ, ഡിവിഷൻ സെക്രട്ടറി മർസദ അമാനി, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അജീർ സഖാഫി, സക്കരിയ അഹ്സനി, MTP ഇസ്മായിൽ സൈദി തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. 3 ദിവസങ്ങളിലായാണ് കലാ, സാഹിത്യ, സാംസ്കാരിക മത്സരങ്ങൾ ഉൾക്കൊള്ളുന്ന സാഹിത്യോത്സവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെമ്പ്രക്കാനം ചിത്രശില്പകലാ അക്കാദമിയിലെ KGCE ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ കോഴ്സ് വിദ്യാർത്ഥിയായ അനന്തു രമേശന്റെ ചിത്രശില്പ പ്രദർശനം ശ്രദ്ധ നേടുന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് അനന്തുവിന്റെ ആദ്യ ചിത്ര പ്രദർശനം നടക്കുന്നത്. കരിവള്ളൂർ കൊടക്കാട് സ്വദേശിയായ അനന്തു രമേശന്റെ ചിത്രശില്പ പ്രദർശനം കളേഴ്സ് മാജിക് എന്ന പേരിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗാലറിയിൽ നടക്കുകയാണ്. അനന്തുവാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. അപ്പോൾ അനന്തു, എത്ര ചിത്രങ്ങളുണ്ട് ഇവിടെ പ്രദർശനത്തിന്? ഇപ്പോൾ 27 ഉണ്ട്, പിന്നെ 3 ശില്പമുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ മുതലേ അനന്തു ചിത്രം വരക്കാറുണ്ടോ? അത് ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ അങ്ങോട്ട് വരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ +2 കഴിഞ്ഞ ശേഷം ഇതിന് മെയിനായിട്ട് ഇറങ്ങി. അതായത് ചെറുതായിട്ട് വരക്കലുണ്ടായിരുന്നു. അപ്പോൾ ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലയിൽ തന്നെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയത് +2 ശേഷമാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ മോഡേൺ ആർട്ട് ഉണ്ട്, അതുപോലെ പിന്നെ ഒരുപാട് കണ്ടംപററി ആയിട്ടുള്ള വർക്കുകളുണ്ട്. അപ്പോൾ ഏത് ചിത്രമാണ് അനന്തൂര് വരക്കാൻ കൂടുതൽ താല്പര്യമുള്ളത്? എനിക്ക് വാട്ടർ കളറിൽ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഇഷ്ടമല്ല, മറ്റേ മോഡേൺ ആർട്ടിനെ കാട്ടുന്ന നല്ലോണം റിയലിസ്റ്റിക് ആയി ചെയ്യുന്ന ഇഷ്ടം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാണ്? ഏത് വരെയാണ് ഇഷ്ടപ്പെടുന്നത്? വാട്ടർ കളറിൽ, പെൻസിൽ കളർ. അപ്പോൾ നമുക്കിപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ കളേഴ്സ് മാജിക് ആണ് പേര്, അല്ലെ, ചിത്ര പ്രദർശനത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ മാജിക് തന്നെയാണ് ഇവിടെ തീർത്ത് വെച്ചിരിക്കുന്നത് അനന്തു. അപ്പോൾ ഏത് ചിത്രമാണ് പിന്നെ കൂടുതൽ സമയം എടുത്ത് ചെയ്തിട്ടുള്ളത്? വാട്ടർ കളറിൽ ചെയ്യുന്നത്. അതായത് ഒരു ചിത്രത്തിന് എത്ര സമയം ചെലവഴിക്കും? ഒരു ദിവസം എടുക്കുന്നുണ്ട്. ചിലതെല്ലാം 2-3 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. വാട്ടർ കളർ സിമ്പിളാണെങ്കിൽ കുറേ ടൈം എടുത്ത് കഴിഞ്ഞാൽ 2-3 ദിവസങ്ങളിൽ ചെയ്യും. അപ്പോൾ പിന്നെ ഇത് ഈ കളേഴ്സിൻ്റെ മാജിക് എങ്ങനെയാണ് തീർക്കുന്നത്? ഇപ്പോൾ നമുക്ക് പിന്നെ കളേഴ്സിൽ ഇപ്പോൾ ഇവിടെ കിട്ടാത്ത കളറുകൾ നമ്മൾ സംയോജിപ്പിച്ച് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് കളറിൻ്റെ മാജിക് സംഭവിക്കുന്നത്? അത് നമ്മൾ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന കളറുകളുടെ കളറും കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന മൈൻഡിൽ കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഈ ശില്പത്തിലേക്ക് വരാം. നമുക്ക് ശില്പ നിർമ്മാണത്തിൽ എങ്ങനെയാണ്? ചിത്രം വരക്കാറുണ്ട് എന്ന് പറഞ്ഞു, ശില്പ നിർമ്മാണത്തിൽ എങ്ങനെയാണ് എത്തിയത്?
ശില്പം പണ്ടൊന്നും അത്ര ഭയങ്കര ഉണ്ടായിരുന്നില്ല. ഇപ്പം മറ്റേ ആടെ അക്കാദമിയിൽ പോയ സമയത്ത് അന്ന് ശില്പം കണ്ടിട്ട് ഇഷ്ടമൊന്നുമല്ല, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ സക്സസ് ആയി, അതിൽ ഓക്കെ ആയി, ഏകദേശം ഓക്കെ. ഇപ്പോൾ 3 ശില്പങ്ങളാണ് തീർത്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ചിത്രത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പം ഭാവനയിൽ ഉള്ള ചിത്രമാണോ വരക്കുന്നത്, അല്ല എങ്ങനെ നോക്കി വരക്കുന്നതാണോ, എങ്ങനെയാണ് ആ രീതി? എങ്ങനെയാണ് ഭാവനയിലും വരക്കുന്നത് നോക്കിയാലും വരക്കുന്നത്? അപ്പോൾ ഏറ്റവും നല്ല നോക്കിയിട്ട് വരക്കുന്നത് തോന്നുന്നു. അതിന് മാറ്റിയിട്ട് ഭാവനയിൽ കണക്ക് 2 മണി പൊട്ടിച്ചെടുത്ത് വരക്കുന്നത്. ബാക്കി അനന്തുവിൻ്റെതായ ഐഡിയാസ് ഉപയോഗിച്ച് വരക്കുന്നു. അനന്തുവിന്റെ ആദ്യ ചിത്ര പ്രദർശനമാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗാലറിയിൽ നടക്കുന്നത്. എന്തായാലും 30ഓളം ചിത്രങ്ങളും ശില്പങ്ങളും ഇവിടെ പ്രദർശനത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അനന്തുവിന് ഭാവിയിലും ഇതുപോലെ തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. വിദ്യാഭ്യാസത്തിന്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ വശങ്ങളെക്കുറിച്ച് മലയാളത്തിലുണ്ടായ മികച്ച ഗ്രന്ഥമാണ് പി പ്രേമചന്ദ്രന്റെ ചിരിച്ചു മരിച്ച ക്ലാസ് മുറികളെന്ന് നമിത NC അഭിപ്രായപ്പെട്ടു. എതിർദിശാ മാസികയുടെ പ്രതിമാസ സാഹിത്യ പരിപാടിയായ ഹാജറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എഴുത്തുകാരിയും പ്രഭാഷകയുമായ നമിത. വായിക്കുന്നവർക്കെല്ലാം സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്തി ഓർമ്മിക്കാനും അനുഭവിക്കാനുമുള്ള സന്ദർഭങ്ങൾ പുസ്തകത്തിലുണ്ടെന്നും നമിത കൂട്ടിച്ചേർത്തു. എതിർദിശ ഓഫീസിൽ നടന്ന പരിപാടിയിൽ R മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വിനോദ് പയ്യന്നൂർ, ബാബു മാസ്റ്റർ, വി ഷംസുദ്ദീൻ, PM ബാലകൃഷ്ണൻ, എതിർദിശ സുരേഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് പി പ്രേമചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AC ശ്രീഹരി അനുസ്മരണം സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ യോഗം EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ AC ശ്രീഹരി മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ യോഗം പ്രശസ്ത നിരൂപകൻ EP രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ആർത്തിയുടെ സന്ദർഭങ്ങൾ വിന്യസിക്കാനാണ് പുതിയ മുതലാളിത്തം ശ്രമിച്ചു പോരുന്നത്. സ്നേഹം, സാഹോദര്യം, സംവാദം, ഇത്തരം ആശയങ്ങൾക്കൊന്നും ഔപചാരികതയ്ക്ക് അപ്പുറത്തെ മൂല്യമില്ല എന്ന് ഏതാണ്ട് കേരളത്തിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഒരു കേരളത്തിലാണ് ശ്രീഹരി സമാന്തരവും ധീരവുമായ ജീവിതം ജീവിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നന്നാവാനുള്ള ഒരു വഴി കിട്ടിയേക്കാം. അല്ലാതെ എല്ലാവരുടെയും വൃത്തിയോട് പൊരുത്തപ്പെട്ട് ഞാൻ ചോറാണെന്ന് വിചാരിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല. നമ്മുടെ കാലിനടിയിലെ മണ്ണ് പോകുന്ന നമുക്ക് തന്നെ നോക്കിക്കാണേണ്ടി വരും എന്നേ ഉള്ളൂ. ചടങ്ങിൽ CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ അധ്യക്ഷനായി. MK മനോഹരൻ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, C സത്യപാലൻ, P സോന ടീച്ചർ, കോക്കാട് നാരായണൻ, RK ഗോവിന്ദൻകുട്ടി, സോമൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ മണ്ഡലത്തിലെ SSLC, +2, LSS, USS, NMMS വിജയികളെ അനുമോദിക്കുന്നതിനായുള്ള അനുമോദന ചടങ്ങുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിലെ SSLC, +2, NSS, USS, NMMS വിജയികൾക്കുള്ള അനുമോദന യോഗവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. KP ശ്രീധരൻ, ജയചന്ദ്രൻ, KK സുരേഷ് കുമാർ, KK ഫൽഗുനൻ, K സുരേശൻ, C വൈശാഖ്, ആകാശ് ഭാസ്കരൻ, SP സജിൻ, K പ്രദീപൻ, KP പ്രകാശ് ബാബു, നവനീത് ഷാജി എന്നിവർ സംസാരിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ചെയർമാനായും K സുരേശൻ ജനറൽ കൺവീനറായും P സുധീഷ് കോർഡിനേറ്ററുമായുള്ള കമ്മിറ്റി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ COA ഭവനിൽ നടന്നു. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ COA ഭവനിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നിയോജക മണ്ഡലം MLA വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണേണ്ടുന്ന വിഷയങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലോ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിലോ
എടുക്കേണ്ടുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഡിമാൻഡുകൾക്കും കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സജേഷ് സി വി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മേഖലാ നിരീക്ഷകൻ സഞ്ജീവൻ വി പുതിയ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. KPA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് ജി ഡയറക്ടറി പ്രകാശനം നിർവഹിച്ചു. KPA കണ്ണൂർ ജില്ലാ കമ്മിറ്റി ട്രഷറർ ദിലീപ് മൊട്ടമ്മൽ റേറ്റ് കാർഡ് വിതരണം നടത്തി. ചടങ്ങിൽ സെക്രട്ടറി സുമേഷ് കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KPA പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ട്രഷറർ സുമേഷ് ഒബി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. PK കുഞ്ഞികൃഷ്ണൻ, മധു M എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KPA പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അനിൽ കുട്ടമത്ത് നന്ദിയും രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC പയ്യന്നൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും MLAക്ക് സ്വീകരണവും ഏർപ്പെടുത്തി. വി കുഞ്ഞികൃഷ്ണൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഠനം കൊണ്ട് ഏറ്റവും നല്ല മനുഷ്യനായി തീരുക എന്നതാണ് വിദ്യാർത്ഥികളുടെ മുന്നിലുള്ള പ്രധാന കാര്യമെന്നും സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിർവഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും ആ നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുക്കാനും നിർവഹിക്കാനും സാധിക്കുന്ന നിലയിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറണമെന്നും MLA ആവശ്യപ്പെട്ടു. ഡിവിഷൻ പ്രസിഡന്റ് P രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് AK ശ്രീജ, യൂണിയൻ നേതാക്കളായ KV മോഹനൻ, CK വിനോദ് കുമാർ, PK സുരേഷ്, K പ്രമോദ്, M ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വ്യാപാരി വ്യവസായി സമിതി സ്വാമിമുക്ക് യൂണിറ്റ് സമ്മേളനം സ്വാമിമുക്കിൽ നടന്നു. സ്വാമിമുക്ക് EMS മന്ദിരത്തിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം VV ശോഭന ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സ്വാമിമുക്ക് യൂണിറ്റ് സമ്മേളനം സ്വാമിമുക്കിൽ നടന്നു. സ്വാമിമുക്ക് EMS മന്ദിരത്തിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം VV ശോഭന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശുഭേന്ദ് KP അധ്യക്ഷനായി. രതീഷ് കോളിയാടൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ചടങ്ങിൽ CK ബാലകൃഷ്ണൻ, മുരളീധരൻ KV, രതീഷ് കോളിയാട്ട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വനിതാ സമിതി ജില്ലാ കമ്മിറ്റി അംഗവുമായ P ഉഷ മുതിർന്ന കച്ചവടക്കാരെ ഉപഹാരം നൽകി അനുമോദിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം ഏരിയ ജോയിന്റ് സെക്രട്ടറി P പ്രകാശൻ നിർവഹിച്ചു. സെക്രട്ടറിയായി രതീഷ് കോളിയാടിനെയും പ്രസിഡന്റായി KP ശുഭേന്ദുവിനെയും യോഗം തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരുമ്പ ബി പൂളിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ പെരുമ്പ ബി പൂളിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും SSLC+2 LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചുമട്ടുതൊഴിലാളികളെ ആക്ഷേപിച്ച് പറയുന്നുണ്ടെങ്കിൽ ചുമട്ടുതൊഴിലാളികൾ ഇല്ലാത്തൊരു സാഹചര്യം ഒന്ന് ആലോചിക്കേ. ചുമട്ടുതൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ഒരു പട്ടണത്തിലും ചുമട്ടുതൊഴിലാളികൾ ഈ മഹാനായ മാസ് പറഞ്ഞിട്ടില്ലേ, അഖില ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നിങ്ങളുടെ കൈവിരങ്ങൾ മാത്രം, നേടിയെടുക്കാനുള്ളത് മഹത്തായ ഒരു ലോകമാണ്. അതിലെല്ലാവർക്കും ഉണ്ട്. അഖില ലോക തൊഴിലാളി INTU പയ്യന്നൂർ റീജിയണൽ സെക്രട്ടറി KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU കുഞ്ഞിമംഗലം ഡിവിഷൻ സെക്രട്ടറി N അജയൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി K മോഹനൻ, NV വിജയൻ, M അശോകൻ, N സുധീർ, TT രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബി പൂൾ ലീഡർ PP ചന്ദ്രൻ ചടങ്ങിൽ നന്ദിയും രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. സഞ്ചരിക്കണമെന്നതിനെ സംബന്ധിച്ചെല്ലാം ചെറുതാണെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന
നിർദ്ദേശങ്ങൾ ചന്ദ്രമാഷ് നൽകിയിട്ടുണ്ട്. SLC പരീക്ഷയിൽ A+ നേടുക അല്ലെങ്കിൽ +2 പരീക്ഷയിൽ A+ നേടുക എന്ന് പറയുന്നത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. SSLC +2 പരീക്ഷകൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരും 1200-ൽ 1200 മാർക്ക് നേടിയ വിദ്യാർത്ഥികളും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ അനുഷ AVയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശനിൽ നിന്ന് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് മുരളീധരൻ കട്ടച്ചേരി, സെക്രട്ടറി K ദിനേശൻ, ഓഡിറ്റ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ N ചന്ദ്രൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അന്നൂർ KMK സ്മാരക കലാസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷയുടെ ഭാഗമായി റോട്ടറി ക്ലബ് പയ്യന്നൂരിന്റെ സഹകരണത്തോടെ അന്നൂർ അമ്പലം ജംഗ്ഷനിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. വാർഡ് കൗൺസിലർ റീത്ത KV ഉദ്ഘാടനം ചെയ്തു. അന്നൂർ KMK സ്മാരക കലാസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷയുടെ ഭാഗമായി റോട്ടറി ക്ലബ് പയ്യന്നൂരിന്റെ സഹകരണത്തോടെ അന്നൂർ അമ്പലം ജംഗ്ഷനിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. വാർഡ് കൗൺസിലർ റീത്ത KV ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് P സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ E അനിൽകുമാർ, EP ചന്ദ്രൻ, P സുധാകരൻ, KMK കലാസമിതി അംഗം KM ശ്രീധരൻ, കലാസമിതി സെക്രട്ടറി P വിജയൻ, AV കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.